സംസ്ഥാനത്തെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിൽ തീരുമാനം വൈകുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന UDF ഘടകകക്ഷി യോഗത്തിലും തീരുമാനമുണ്ടായില്ല. നിലവിലെ ഭരണസമിതി സ്വയം രാജിവെച്ച് പിരിഞ്ഞു പോകണമെന്ന് പറയുമ്പോഴും നിയമങ്ങൾ എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ UDFന് ഉത്തരം നൽകാനാകുന്നില്ല. UDF സർക്കാർ അധികാരമേറി 2 മാസത്തിനു ശേഷം ആദ്യമായി കഴിഞ്ഞ ദിവസം ചേർന്ന ഘടകകക്ഷികളുമായ യോഗത്തിലും സംസ്ഥാനത്തെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. ഇന്നലെ ചേർന്ന ബോർഡ് യോഗത്തിൽ പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നാണ് വിവരം. ബോർഡ് കോർപ്പറേഷനുകളിൽ ഉടൻ തീരുമാനമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശ് കൃത്യമായ ഉത്തരം നൽകിയില്ല. നിലവിലെ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചൊഴിയണമെന്ന നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. അതുപോലെ ബോർഡുകളുടെ കാര്യത്തിലാണെങ്കിലും കോർപ്പറേഷന്റെ കാര്യത്തിലാണെങ്കിലും ചർച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്തി അതിന് പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. ആ ചർച്ച നടക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് LDF ഇരിക്കുന്ന ബോർഡുകളാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അവർ സ്വയമേവ രാജിവെക്കുകയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ബോർഡുകൾ പിരിച്ചുവിട്ടു എന്നും അതല്ല എങ്കിൽ അത്തരത്തിൽ പരാതികൾ പറയുവാനുള്ള ഇടം ഉണ്ടാക്കാതെ മാന്യമായി പിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നന്നായിരിക്കുന്നത് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയമനം എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിനും കൃത്യമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. KSRTC, KSFE, KTDC തുടങ്ങിയ പ്രമുഖ കോർപ്പറേഷനുകളിലും ക്ഷേമനിധി ബോർഡുകളിലുമാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള പദവികൾ ഘടകകക്ഷികൾക്ക് പങ്കുവച്ച് നൽകേണ്ടി വരും. മുന്നണിയിലെ പ്രധാന കക്ഷികളെല്ലാം തന്നെ ഇതിനോടകം പല ബോർഡ് കോർപ്പറേഷനുകളിലും നോട്ടം വച്ചിരിപ്പാണ്. ചലച്ചിത്ര അക്കാദമി അടക്കമുള്ള സാംസ്കാരിക വിനോദ സ്ഥാപനങ്ങളിലെ നിയമനവും തീരുമാനമായിട്ടില്ല. നിയമനം വൈകുന്നതിൽ വിമർശനമുയരുമ്പോൾ ഭിന്നതകൾ പരിഹരിക്കാൻ സാധിക്കാത്തതാണ് വൈകലിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.